G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അരിവാൾ കല്ലിൽ ഉരച്ചപ്പോൾ ചോര പൊടിഞ്ഞ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നഗര തിരക്കുകളിൽ നിന്നും മാറി എറണാകുളത്തെ എളമക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു പുണ്യ സാങ്കേതമുണ്ട്. പുതുക്കലവട്ടം സ്വയംഭൂ മഹാദേവ ക്ഷേത്രം. ഓരോ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഐതിഹ്യവും സവിശേഷതകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശം കാട് കയറി കിടക്കുകയായിരുന്നു. ഒരു ദിവസം പുല്ലുചെത്താൻ വന്ന ഒരു സ്ത്രീ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിൽ ഉരച്ചു. പക്ഷേ ഉരച്ച പാടെ ആ കല്ലിൽ നിന്നും ചോര ചീറ്റാൻ തുടങ്ങി. ഭയന്നുപോയ ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നാട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നീട് പ്രമുഖ ജ്യോത്സ്യന്മാർ വന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ആ അത്ഭുതം തിരിച്ചറിഞ്ഞത്. അത് വെറുമൊരു കല്ലല്ലായിരുന്നു, സാക്ഷാൽ പരമശിവന്റെ സ്വയംഭൂ ചൈതന്യമുള്ള ശിവലിംഗമായിരുന്നു അത്. അങ്ങനെയാണ് ആ പുണ്യഭൂമിയിൽ കലവട്ടം ക്ഷേത്രം ഉയർന്നു വന്നത്. ശിവപാർവതി സാന്നിധ്യം. ഇവിടെ ശിവനും പാർവതിയും ഓരോ ദിശയിൽ ശ്രീകോവിൽ വിപരീത ദിശകളിലേക്ക് തിരിഞ്ഞു കുടികൊള്ളുന്നു. ഇത് കുടുംബ ഐശ്വര്യത്തിന് ഏറെ ഉത്തമമാണെന്നാണ് വിശ്വാസം. ആട്ടിയ എണ്ണ ഭഗവാന് അഭിഷേകം ചെയ്ത് ആട്ടിയ എണ്ണ ഇവിടെ വളരെ പ്രശസ്തമാണ്. വിട്ടുമാറാത്ത ചർമ്മരോഗങ്ങൾ മാറാൻ ഭക്തർ ഈ എണ്ണ ഭക്തിയോടെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇവിടെയുള്ള നവഗ്രഹ പൂജകളും വഴിപാടുകളും ദോഷങ്ങൾ മാറാൻ ഏറെ ഫലപ്രദമാണെന്നാണ് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത്. എറണാകുളം എളമക്കരയിലാണ് ഈ ക്ഷേത്രം. കലൂരിൽ നിന്നോ ഇടപ്പള്ളിയിൽ നിന്നോ ഇവിടേക്ക് എളുപ്പം എത്തിച്ചേരാം. രാവിലെ 4 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ക്ഷേത്ര സമയം. ധനുമാസത്തിലെ തിരുവാതിര ആറാട്ട് മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. അപ്പോ കൊച്ചിയിൽ വരുമ്പോൾ മനസ്സിന് ഭക്തിയും സമാധാനവും നൽകുന്ന ഈ പുതുക്കലവട്ടം മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.